ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ ഒരു നരേഷൻ ദേശീയ ചാനലുകൾ പോലും മുന്നിൽ വെച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി വളരെ പെട്ടെന്ന് ഗിയർ മാറ്റി. പക്ഷേ പ്രശാന്ത് കിഷോർ അത് നിഷേധിച്ചിട്ടുണ്ട്. പ്രശാന്ത് കിഷോർ പറയുന്നത് എല്ലാ കാലത്തും മോദി അങ്ങനെ തന്നെയായിരുന്നു, അതിലൊരു പുതുമയും ഇല്ല എന്നുള്ളതാണ്. ഈ മുസ്ലിം ടച്ച് എല്ലാ തവണയും നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന്റെ രീതിയായിരുന്നു എന്ന് പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട്. പക്ഷേ ചിലരെങ്കിലും പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ എം വി നികേഷ് കുമാറും സ്മൃതിയും പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ തീവ്രമായ ആശയങ്ങളിലേക്ക് നരേന്ദ്രമോദി പ്രചരണത്തിനായി ആ യുദ്ധങ്ങൾ ഉപയോഗിച്ചുവെന്നാണ്. നോക്കൂ അരുൺ, ഇപ്പോൾ ജനുവരി മാസം മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ BJP വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന് സജ്ജമായിക്കൊണ്ടിരുന്നു. അവർ ഓരോരോ പദ്ധതികളായി നടപ്പാക്കിക്കൊണ്ടിരുന്നു എന്ന് കാണാം. ഇപ്പോൾ കൃത്യമായി ജനുവരിയിൽ അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയുള്ള ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് CAA വിജ്ഞാപനം കൊണ്ടുവരുന്നു. ഈ അർത്ഥത്തിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ BJP ഈ തെരഞ്ഞെടുപ്പിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രാമക്ഷേത്രവും CAAയും ആർട്ടിക്കിൾ 370യും ഒക്കെ ഒരു ഡിഫോൾട്ടായിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു ഹിന്ദുത്വ വോട്ട് ബാങ്കിനെ ഏകീകരിക്കുമെന്ന് തന്നെ BJP വിചാരിച്ചു, നരേന്ദ്രമോദി വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇനി വരുന്ന സർക്കാർ എങ്ങനെയാണ് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, വെൽഫെയർ പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മോഡി ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി രംഗപ്രവേശം ചെയ്യുന്നത്. മോഡി കേന്ദ്രീകൃതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് തുടക്കത്തിൽ ഏറ്റവും അവസാനവും അങ്ങനെ തന്നെയാണെങ്കിൽ കൂടിയും തുടക്കത്തിൽ മോഡി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രചാരണത്തിനാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം, മോഡി പരിവാർ, മോഡി ഗ്യാരണ്ടി, ഈ രീതിയിലാണ് പ്രചാരണം നടത്തിയത്. പക്ഷേ നേരത്തെ നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ചില അണ്ടർ കറൻസ് ഉണ്ട് എന്ന് BJP നേതൃത്വത്തിന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മനസ്സിലാകുന്നത്. അവിടെ മുതലാണ് ഈ ഗിയർ ചേഞ്ച് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ ഒരു മാറ്റം വരുന്നത്. കാരണം വെച്ചാൽ ഈ 2024 ജനുവരിയിൽ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രാമൻ്റെ ഒരു ഓളം തരംഗം ഇങ്ങനെ ഹിന്ദുക്കളുടെ മനസ്സിൽ അലയടിച്ച് നിൽക്കുമെന്നും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായി അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്നും വിചാരിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് പാളിച്ച പറ്റിയെന്ന് മാത്രമല്ല ആ സ്ട്രാറ്റജി തന്നെ തെറ്റായതുകൊണ്ട് വളരെ പെട്ടെന്നൊരു ആൻറ്റി മുസ്ലിം വികാരം ഉണ്ടാക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിലേക്ക് നരേന്ദ്രമോദി എത്തിച്ചേർന്നു, BJP എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഏപ്രിൽ 21 ബെൻസ്വാര സ്പീച്ച് നടക്കുന്നത്. ആ സ്പീച്ചാണ് കേട്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഏപ്രിൽ 17 ആദ്യത്തെ ഘട്ടം കഴിയുന്നു. ഏപ്രിൽ 19 ആദ്യ ഘട്ടം കഴിയുന്നു. കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ ബെൻസ്വാരയിൽ വളരെ നിർണായകമായൊരു പ്രസംഗം നടത്തുകയാണ്. അവിടെയാണ് മംഗൾസൂത്രം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് പ്രസവിച്ചു കൂട്ടുന്നവർ, കുട്ടികളെ പെറ്റുകൂട്ടുന്നവർ, അതേപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് അദ്ദേഹം ആന്റി മുസ്ലിം വികാരം ഉണ്ടാക്കുന്നു. ആ ആന്റി മുസ്ലിം വികാരം ആരെ തമ്മിലാണ് തെറ്റിക്കാൻ മോദി ശ്രമിച്ചത്? പിന്നോക്ക വിഭാഗങ്ങളെയും അതേപോലെ തന്നെ ദളിത് വിഭാഗങ്ങളെയും മുസ്ലിങ്ങൾക്ക് എതിരാക്കാനാണ് ശ്രമിച്ചത്. എന്തുകൊണ്ടാണത്? റിസർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം, ഇവർ ഈ അധികാരത്തിൽ വന്നാൽ 400 സീറ്റ് കടന്നാൽ ഭരണഘടന തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ റിസർവേഷൻ എടുത്തു കളയാനാണ് നീക്കം നടത്തുന്നത്. ഇന്ത്യ മുന്നണിക്ക് വളരെ ഗംഭീരമായി പ്രചാരണം നടത്താൻ പറ്റി. ആ പ്രചാരണത്തിന് പല തരത്തിലുള്ള ചലനങ്ങളും ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് അപകടകരമാണ് എന്ന് തിരിച്ചറിയുന്ന മോഡി നേരെ മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്ന ഒരു തന്ത്രത്തിന് തുടക്കമിടുന്നു. ഒപ്പം തന്നെ ഹിന്ദു വോട്ടിന്റെ ഏകീകരണത്തിനും ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏപ്രിൽ 21 എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ നിർണായകമായ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏപ്രിൽ 21 എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒന്നാം ഘട്ട